സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആണ്. യഥാർത്ഥത്തിൽ മുസ്ലിം മതവിഭാഗത്തിനിടയിൽ സമസ്ത പോലൊരു സംഘടനയുടെ നിലനിൽപ്പ് ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടം. പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് സമസ്ത ഈ പാതയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ആണ് നമുക്കൊപ്പം തത്സമയം അതിഥിയായി ചേരുന്നത്. സ്വാഗതം ശ്രീ മുസ്തഫ മുണ്ടുപാറ. 100 വർഷം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാലയളവാണ്. അപ്പോൾ ആ കാലയളവിൽ സമസ്ത നടന്നു തീർത്ത വഴികൾ വലിയ സഹനത്തിൻ്റെതുൾപ്പെടെയുള്ള വഴികളാണ്. ആ വഴികളെ എങ്ങനെ ചുരുക്കത്തിൽ നമുക്ക് സംഗ്രഹിക്കാനാകും? സംസ്ഥാന ജമിയത്തുൽ ഉലമ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രൂപപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് വൈദേശിക ആധിപത്യം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതലുള്ള വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സമുദായത്തിനകത്തേക്ക് പുതിയ ചില വാദങ്ങളും ആശയങ്ങളുമായിക്കൊണ്ട് വഹാബി പ്രസ്ഥാനം കടന്നു വരുന്നത്. അതുവരെ 13 നൂറ്റാണ്ട് കാലഘട്ടം കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരേ ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും വെച്ച് പുലർത്തി പോന്നവരായിരുന്നു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറെക്കുറെ ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിനിടയിൽ അന്ന് പ്രവാചകൻ എന്താണോ മദീനയിലും മക്കയിലും പഠിപ്പിച്ചതെങ്കിൽ അത് പൂർണ്ണമായും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയത്. ബ്രിട്ടീഷ് ആധിപത്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമുദായത്തിനകത്തേക്ക് പുതിയ വാദങ്ങളും ചിന്താഗതികളുമായി കടന്നു വന്ന വഹാബി പ്രസ്ഥാനത്തെ പ്രതിരോധിക്കേണ്ട ഒരു സന്ദർഭമായി സമസ്തയുടെ മുമ്പിൽ വന്നു, സമസ്തയുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ വന്നു. വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും പുതിയതായി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് അതിനെ ചെറുത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ 1926 ജൂൺ 26 ഇന്നത്തെ ഒരു ദിവസം 100 വർഷം പൂർത്തിയാവുകയാണ്. കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചു ചേർത്തിയ ഒരു സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുന്നത്. കഴിഞ്ഞ 100 വർഷക്കാലം കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ സകലമാന പുരോഗതിയുടെയും ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത രൂപപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം വിശ്വാസ സംരക്ഷണമാണ്, ആദർശ സംരക്ഷണമാണ്. യഥാർത്ഥ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. കഴിഞ്ഞ 100 വർഷത്തെ സമസ്തയുടെ പ്രവർത്തനമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രാമുഖ്യം നൽകിയതും ഇക്കാര്യത്തിനാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷതയുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ, നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പരസ്പരം എല്ലാ മതവിഭാഗങ്ങളുമായി സൗഹൃദവും സ്നേഹവും ഒക്കെ പങ്കിട്ടുകൊണ്ട് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു നിലപാടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു വന്നത്. സമസ്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന സുന്നി ആശയധാരയാണ്. ഇവിടെ പിന്നീട് വന്ന മുജാഹിദ് പ്രസ്ഥാനവും വഹാബി പ്രസ്ഥാനവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഈ സുന്നി വിശ്വാസധാരയ്ക്ക് എതിരെ കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ വികലത ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ ചെറുത്ത് നിന്നുകൊണ്ട് സമസ്ത വിശ്വാസ രംഗത്ത് സമുദായത്തിലെ ആളുകളെ ഒരുമിച്ച് നിർത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബോധവൽക്കരിക്കുമ്പോൾ തന്നെ രാജ്യത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമത്തിനെയും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് കഴിഞ്ഞ 90 വർഷക്കാലത്തെ സമസ്തയുടെ പ്രവർത്തനത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സമസ്തയുടെ പേരിലോ സമസ്തയുടെ പ്രവർത്തകരുടെ പേരിലോ ഇന്നുവരെ എന്തെങ്കിലും ഒരു പെറ്റി കേസ് പോലും സമസ്തയുടെ പ്രവർത്തകർക്ക് പേരിലോ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിന് നേരോ ഇന്ന് വന്നതായി കാണാൻ കഴിയില്ല. കാരണം സമസ്ത വെച്ചു പുലർത്തുന്ന ചില നിലപാടുകളുണ്ട്, ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളിൽ പൂർണ്ണമായും ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ 100 വർഷക്കാലം. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റം. കേരളത്തിലെ ഒന്ന് മതബോധം പകർന്നു കൊടുത്തു. അതോടൊപ്പം തന്നെ
ഭൗതിക വിദ്യാഭ്യാസത്തിനും ആവശ്യമായ മുൻഗണന നൽകിക്കൊണ്ട് സമുദായത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ട ചാലകശക്തിയായി വർത്തിച്ചതും സമസ്ത ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്നുള്ള മുസ്ലിങ്ങളിൽ ഏകദേശം ഒരു 95% സുന്നി വിശ്വാസധാരയെ ഉൾക്കൊള്ളുന്നവരാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ ഉൾക്കൊള്ളുന്ന ആളുകളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ. ഏറെക്കുറെ 95% മുസ്ലിങ്ങൾക്കിടയിൽ സുന്നി വിശ്വാസമുള്ള ആളുകളാണ്. സമസ്തയുടെ ആ പങ്ക് അപ്പോൾ മുസ്ലിം സമൂഹത്തിനിടയിൽ കേരളത്തിൽ സമസ്ത ചെലുത്തിയിട്ടുള്ള സ്വാധീനം അങ്ങ് എടുത്തു കാണിക്കുന്നതാണ്. 100 വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലഘട്ടമല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങിപ്പോൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് മതപരമായ വിദ്യാഭ്യാസം, ഒപ്പം തന്നെ ഭൗതികമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അതിൽ സമസ്ത എടുക്കുന്ന നിലപാടുകൾ. ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ സമസ്ത അനുകൂലിച്ചും പ്രതിരോധിച്ചുമുള്ള നിലപാടുകൾ, എതിർത്തുമുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അതിൽ സമീപകാലത്ത് വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂൾ സമയത്തിലെ വ്യത്യാസം, സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്തയ്ക്ക് ഉണ്ടായിരുന്ന എതിർപ്പ് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അത് പ്രാബല്യത്തിൽ വന്നെങ്കിലും മദ്രസയുടെ പഠനത്തെ ബാധിക്കുമെന്നതുകൊണ്ടാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ ആ പഠന സമയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പഠന സമയത്തിൽ സമയം കൂട്ടുന്നത് കൊണ്ട് സമസ്ത എതിരല്ല. അതിനാവശ്യമായ എന്ത് നടപടിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ ശ്രമങ്ങൾക്കും സമസ്ത പിന്തുണ നൽകും. അത് സമയം ദീർഘിപ്പിക്കുന്നത് കൊണ്ട് സമസ്തക്ക് കുഴപ്പമില്ല. പക്ഷേ മതപഠനത്തെ ബാധിക്കുന്ന വിധത്തിൽ സമയമാറ്റം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള, അതായത് ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം 10 മണി മുതൽ 4 മണി വരെയായിരുന്നു കേരളത്തിലെ മതപഠനത്തിലുള്ള സംവിധാനം ഉണ്ടായിരുന്നു. സ്കൂളുകളും കോളേജുകളും നടത്തി ഇതുവരെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ അതിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അത് 9:45 ആരംഭിച്ചുകൊണ്ട് വൈകിട്ട് സ്കൂളുകൾ വിടുന്ന സമയം 4:15 മാറ്റി അരമണിക്കൂർ സമയം കൂടുതൽ പഠനത്തിന് വേണ്ടി നീക്കിവെക്കുന്ന വിധത്തിലുള്ള സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചു സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ടേബിൾ ടോക്ക് ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ബഹുമാനപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സമയമാറ്റം ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സമയം മാറ്റുന്നതിൽ ഞങ്ങളെതിരല്ല, സമയം ദീർഘിപ്പിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. അതേസമയത്ത് സമയമാറ്റത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സർക്കാർ തയ്യാറാകണം. ഇവിടെ നമുക്ക് വെക്കാവുന്ന നിർദ്ദേശം, അതായത് രാവിലെ തുടങ്ങുന്ന സമയം, പഠന സമയം തുടങ്ങുന്നത് പഴയതുപോലെ തന്നെയാക്കുക. 10 മണിക്ക് സ്കൂളുകൾ തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് സ്കൂളിൻ്റെ വിടുന്ന സമയം 4:15 എന്നത് ഇപ്പം ഉണ്ടായ മാറ്റം 4:15 എന്നത് 4:30 മാറ്റിയാൽ 1/2 മണിക്കൂർ സമയം അവിടെ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇങ്ങനെയൊന്ന് നമുക്കറിയാം, ഈ അടുത്ത കാലം വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സ്കൂളുകൾ ഉണ്ടായിരുന്നു. ആ മുസ്ലിം സ്കൂളുകൾ നടന്നിരുന്നത് 10:30 to 4:30 ആയിരുന്നു. 10:30 രാവിലെ 10:30 തുടങ്ങി 4:00 അവസാനിക്കുന്ന വിധത്തിലായിരുന്നു മുസ്ലിം സ്കൂളുകൾ ഉണ്ടായിരുന്നത്, മാപ്പിള സ്കൂളുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 4:00 ഇവിടെ ഒരു പക്ഷേ ഇതിന് വിമർശനം ഉണ്ടാകും. 4:30 ആകുമ്പോൾ സ്കൂൾ വിടുന്ന സമയം വൈകുമ്പോൾ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ ന്യായം പറയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ അനുഭവം പറയുന്നത്. 10:30 മണിക്ക് സ്കൂൾ ആരംഭിച്ചുകൊണ്ട് വൈകുന്നേരം 4:00 വിടുന്ന സംവിധാനം മുസ്ലിം സ്കൂളുകളിൽ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾ, സ്കൂളുകളൊക്കെ ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് 10 മണിയിലേക്ക് തന്നെ മാറ്റുകയും 4:30 മണിക്ക് സ്കൂൾ വിടുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം സംസ്ഥാന സർക്കാർ തയ്യാറാക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയും. അതാണ് ആ കാര്യം വളരെ ക്ലിയർ ആണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇപ്പോൾ നമ്മൾ ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ വരാം. അങ്ങ് സാന്ദർഭികമായി ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമാണ് ആ കാര്യം സമസ്തയുടെ നിലപാട്. 2020 ഫെബ്രുവരി മാസം 4 മുതൽ 8 വരെയാണല്ലോ ഈ 100ാം വാർഷികമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നത്. കാസർഗോഡ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലാണല്ലോ ഈ സമ്മേളനം നടക്കുന്നത്. അതൊരു വലിയ മഹാസമ്മേളനമാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഒരുക്കങ്ങൾ ഏതെല്ലാം വിധത്തിലായി ശ്രീ മുസ്തഫ മുണ്ടുപാറ? കാസർഗോഡ് ജില്ലയിലെ കുണിയ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങൾ 2 വർഷമായി സംഘടനാ രംഗത്തും സാമുദായിക രംഗത്തും ഒക്കെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഏകദേശം 95% വരുന്ന സുന്നി വിശ്വാസധാര ഉൾക്കൊള്ളുന്നവരാണ്. അവരിൽ തന്നെ ഏറ്റവും പ്രബലമായ സംഘടന എന്ന് പറയുന്നത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയാണ്. ആ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയ്ക്ക് കേരളത്തിനകത്തും പുറത്തുമായി 10-15,000-ഓളം മദ്രസകളുണ്ട്. കേരളത്തിൽ തന്നെ 10,000-ഓളം മദ്രസകളുണ്ട്, 10 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്, 1 ലക്ഷം അധ്യാപകരുണ്ട്. അതുപോലെ അതിന് പുറമേ ആയിക്കൊണ്ട് ഒരുപാട് അറബി കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്, കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള പ്രവിശാലമായ വിദ്യാഭ്യാസ സംവിധാനമുള്ള ഒരു സംഘടനയാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ. അതിൻ്റെ കീഴിൽ നടക്കാൻ പോകുന്ന സമ്മേളനം എന്ന നിലയ്ക്ക് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഏകദേശം 70% സമസ്തകളെ ജമിയത്തുൽ ഉലമയെ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് സുന്നി സംഘടനകളുണ്ട്, ഞാനതിന് ചെറുതായി കാണുന്നില്ല. എന്നാലും സുന്നികൾ മൊത്തം കൂട്ടുമ്പോൾ 95% സുന്നികളാണ്. അപ്പോൾ ഈ 70% വരുന്ന കേരളത്തിലെ സമസ്ത ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന സുന്നി വിഭാഗത്തിൻ്റെ സമ്മേളനം എന്ന നിലയ്ക്ക് അത് ചരിത്ര സംഭവമായി നടക്കാൻ പോവുകയാണ്. കുണിയയിൽ പോലും ആ സമ്മേളനം എത്താനുണ്ടായ സാഹചര്യം, കാസർഗോഡേക്ക് എത്താനുണ്ടായ സാഹചര്യം സൗകര്യപ്രദമായ ഒരു സ്ഥലം വേണമെന്നതാണ്. ഇന്ന് കോഴിക്കോട് പോകാതെ അത് ലഭ്യമല്ല. ഇതുപോലെ വിശാലമായ ഒരു സൗകര്യമുള്ള സ്ഥലം കാസർഗോഡ് ആ കുണിയായിലാണ്. ഞങ്ങൾ ഒരു നിരവധി അന്വേഷണം നടത്തി പഠനം നടത്തിയപ്പോൾ സൗകര്യപ്രദമായ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. കുണിയ എന്ന് പറയുന്ന ആ പ്രദേശത്ത് 100-200ഓളം ഏക്കർ വിസ്താരമുള്ള വിശാലമായ സൗകര്യമുള്ള ഒരു ക്യാമ്പസിലാണ് സമ്മേളനം നടക്കാൻ പോകുന്നത്. അത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമായി മാറുമെന്ന് 100% നമ്മൾ പ്രതീക്ഷിക്കുന്ന മഹത്തായ ഒരു സമ്മേളനമാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. സംഘടനാ സംബന്ധമായി, സമുദായ സംബന്ധമായി ഒരുപാട് വിഷയങ്ങൾ ഈ 5 ദിവസം, 4-ാം തീയതി തുടങ്ങി 10-ാം തീയതി അവസാനിക്കുന്ന ഈ 5 ദിവസത്തെ 8-ാം തീയതി അവസാനിക്കുന്ന ഈ 5 ദിവസത്തെ സമ്മേളനം ഒരു ചരിത്ര സംഭവമാകും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സമ്മേളനം നടന്നായി ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ ബാഹുല്യമുള്ള ഒരു വലിയ സമ്മേളനമാണ്. ഞങ്ങൾ അതിനു വേണ്ട ഒരുക്കങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ കീഴ്ഘടകങ്ങളായ 14ഓളം വരുന്ന സംഘടനകളുണ്ട്. എല്ലാ സംഘടനകളും സജീവമായി കർമ്മരംഗത്താണുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങ് തിരുവനന്തപുരം മംഗലാപുരം മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഒരു വലിയ യാത്ര അടുത്ത മാസം തന്നെ നടക്കാൻ പോവുകയാണ്. ഒരു വലിയ സന്ദേശയാത്ര തന്നെ നടക്കാൻ പോകുന്നു. അതിൻ്റെ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ പരിപാടികളെല്ലാം വളരെ മനോഹരമായി മംഗളമായി തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവസാനമായി ശ്രീ മുസ്തഫ മുണ്ടുപാറ, അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടി സമസ്തയുടെ വിശ്വാസ അടിത്തറയിൽ അല്ലെങ്കിൽ ആ ധാരയിലല്ലാതെ സമീപനം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പരസ്യ പിന്തുണയിലേക്ക് പോയി. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ സമസ്തയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. സമസ്തയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമില്ലേ? രാഷ്ട്രീയ കാര്യത്തിൽ സമസ്ത ഇടപെടാറില്ല. സമസ്തയുടെ നയം തന്നെ അതിലെ പ്രവർത്തകർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അംഗമാകാമെന്നുള്ള. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ഇത്തരം കാര്യങ്ങൾ സമസ്ത നേരിട്ട് ഇടപെടുന്ന സാഹചര്യമല്ല. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇക്കാലം അത്രയും അകറ്റി നിർത്തിയൊരു പ്രസ്ഥാനമാണ്. അതിന് 2 അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. സമസ്ത ആ കാര്യത്തിൽ കർശനമായ നിലപാടുള്ള പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള വഹാബി പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കാര്യമായ വിധത്തിൽ കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിൽ പ്രതിരോധം തീർത്തത് സമസ്തയുടെ ഇടപെടലാണ്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമി എതിർക്കാൻ 2 കാരണങ്ങൾ. ഒന്ന്, വിശ്വാസപരമായി സമസ്തയുടെ ആ വിശ്വാസധാര അല്ല, അതിൽ നിന്ന് വ്യതിചലിച്ചവരാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും വഹാബി പ്രസ്ഥാനവും. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്ത ഇത് സ്ഥാപിതമായ കാലം മുതൽ, ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിതമായ കാലം മുതൽ തന്നെ അതിനെ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാടാണ്. ബിദ്അത്തിന്റെ കക്ഷികളെന്നാണ് സമസ്തയെക്കുറിച്ചുകൊണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദിനെ കുറിച്ചുകൊണ്ട് സമസ്ത പ്രയോഗിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ പിഴച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവരുമായി യാതൊരു സന്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് സമസ്ത ഒന്നാമതായി ജമാഅത്തെ ഇസ്ലാമി എതിർക്കാൻ കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അവരുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മറ്റു വിഭാഗങ്ങളുമായി ഒന്നിച്ച് ഒരേ താളത്തിൽ, ഒരേ ലയത്തിൽ, ഒരേ രാഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിലുള്ളത്. അതിന് വിഘാതമുണ്ടാക്കുന്ന വിധത്തിൽ, മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അതൊരു തീവ്രവാദ പ്രസ്ഥാനമാണെന്നും ഒരു വിഘടനവാദ പ്രസ്ഥാനമാണെന്നും സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാടുകളാണ് ജമാഅത്തെ ഇസ്ലാമി ഇക്കാലം അത്രയും സ്വീകരിച്ചത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ മൗലാന മൗദൂദി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ
ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ കൃത്യമായി ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല, മതേതരത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. സർക്കാർ ജോലികളിൽ പോലും പോകാൻ പാടില്ലെന്ന് പറഞ്ഞവരാ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരാ. അവരെ ആര് വെള്ള പൂശിയാലും അത് ഉൾക്കൊള്ളാൻ സുന്നികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. UDF സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതാവ് സതീശൻ അത് പറഞ്ഞു എന്ന് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുക്കാൻ ആർക്കാ കഴിയുക? എന്നാൽ നമ്മളൊന്ന് ചോദിക്കണം, അവരുടെ പുസ്തകശാലകളിൽ നിന്ന് ഈ വിഘടനവാദമുള്ള, അതായത് മതരാട്ടവാദം എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ ഇന്നും അവരുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന പുസ്തകശാലയിൽ വിറ്റുകൊണ്ടിരിക്കുക. ആ പുസ്തകത്തിൽ കൃത്യമായി മൗദൂദിയുടെ നിലപാട് പറയുന്നുണ്ട്. അതായത് ജനാധിപത്യവും തെരഞ്ഞെടുപ്പിനെ പോലും അംഗീകരിക്കാത്ത ആളുകളാണ്. സമീപകാലത്താണ് അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയത്. ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ ജമാഅത്തൊഴിച്ച് ഏതൊക്കെ മുസ്ലിം സംഘടനകളുണ്ടോ അതിനെയൊക്കെ എല്ലാ വിധത്തിലും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ സുന്നി വിശ്വാസധാര ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കോംപ്രമൈസ് ആവാൻ കഴിയാത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ, അത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനും അതോടൊപ്പം തന്നെ അതുവഴി മുസ്ലിം സമുദായത്തിന് അകത്തേക്ക് കയറാനും നടത്തുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇവരുടെ പുതിയ രാഷ്ട്രീയ പ്രവേശവും രാഷ്ട്രീയ മത്സരവും മുന്നണികൾ തേടിയുള്ള ഈ ഓട്ടം എന്ന് തിരിച്ചറിയാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിയേണ്ടതുണ്ട്. ഇവിടെ ഇടതും വലതും ഒക്കെ ഇവരെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം പണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അവർ ചെയ്യുന്ന അപകടമാണ്. ഏത് UDF ആണ് ചെയ്യുന്നതെങ്കിലും LDF ആണ് ചെയ്യുന്നതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പരമാബദ്ധമാണ്. വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജമാഅത്തിന് ഒരു നിലക്കും രാജിയാകാൻ സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അങ്ങ് ചൂണ്ടിക്കാട്ടിയത്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഒറ്റ കാര്യം കൂടി, ഈ നിലപാട് സമസ്ത ഇത്രയും ഷാർപ്പായ ഒരു നിലപാട് പറയുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭൂരിഭാഗം അനുയായികളും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ലീഗിനെ ഉൾക്കൊള്ളുന്ന UDF ആണ് ഈ നിലപാടെടുത്തത്, UDFന്റെ ചെയർമാനാണ് ആ നിലപാടെടുത്തത് എന്നുകൂടി ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ മുസ്ലിം ലീഗിനെതിരെ ഈ അടുത്ത കാലം വരെ അതിരൂക്ഷമായി വിമർശനം നടത്തി മുസ്ലിം ലീഗ് എല്ലാവിധ ഭാഗത്തു നിന്നും മാറ്റി നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ സംവിധാനം സമസ്ത, ആ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിൽ പോലും വിള്ളലുണ്ടാക്കാനും പിളർപ്പുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരൊഴിച്ച് മറ്റൊരു പ്രസ്ഥാനത്തെയും അവർ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നയം. മുസ്ലിം ലീഗിൻ്റെ മഹാന്മാരായ നേതാക്കന്മാരുണ്ടാക്കിയ മുസ്ലിം ലീഗ് സംവിധാനത്തിൻ്റെ നേതാക്കളെ രൂക്ഷമായ വിധത്തിൽ ഈ അടുത്ത കാലം വരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ രൂക്ഷമായ വിധത്തിൽ വിമർശിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയമായ അതിൻ്റെ ഗുണവും നേട്ടമൊക്കെ ഇവിടെ മറ്റു സമുദായങ്ങൾക്കിടയിൽ കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ ഇത് നിമിത്തമാകും. മതഭീകരവാദം അല്ലെങ്കിൽ മതരാഷ്ട്രമാകണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതിലൊരു മാറ്റം വരുത്തിയതായിട്ട് നമുക്കാർക്കും അറിയില്ല. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പ്രസ്താവന നടത്തണം, ഞങ്ങളുടെ മതരാഷ്ട്രവാദം എന്ന ഞങ്ങളുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു, അത് ഞങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലകളിൽ നിന്നുകൊണ്ട് മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ മാറ്റാൻ, പരസ്യമായി അത് പ്രഖ്യാപിക്കാനും ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകാത്ത കാലത്തോളം ആരവരെ കൂട്ടിപ്പിടിച്ചാലും സുന്നി വിശ്വാസികളായ ആളുകൾ അവരോടൊപ്പം ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അവരുടെ അടിസ്ഥാനപരമായി ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് വിശ്വാസപരമായ പ്രശ്നം, രണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാട് ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ദോഷമേ വരുത്തി വെക്കുള്ളൂ. ഓക്കെ, വളരെ ക്ലിയർ ആണ് അങ്ങയുടെ നിലപാടുകൾ. ഒപ്പം തന്നെ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ആശംസകളും ആ പരിപാടികൾ വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കാനാകട്ടെ എന്നുള്ളതും തുടർന്നും നല്ല രീതിയിൽ തന്നെ ഈ വിധത്തിൽ തന്നെ അങ്ങയ്ക്കുൾപ്പെടെ നേതൃത്വത്തിന് മുന്നോട്ട് പോകാനാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ന്യൂസ് മലയാളം, ഹലോ മലയാളം. താങ്ക് യു മുസ്തഫ മുണ്ടുപാറ അതിഥിയായി ഞങ്ങൾക്കൊപ്പം എത്തിയത്.